26,400 പുട്ട് ഓപ്ഷനിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഡേ ഹൈയിലേക്ക് വരുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഡേ ഹൈയിലേക്ക് വന്നു. അതിനുശേഷം സൈഡ് വേസിലായിരുന്നു, കൂടുതൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും കണ്ടില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺഫോളാണ് നമ്മളിപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 130 ലെവലിൽ നമ്മൾ രാവിലെ ബുക്ക് ചെയ്ത ലെവൽ, എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. 125 ലെവലിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ലെവലിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 145 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത 160 ലെവലിലേക്കും ഒരു അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 128 ലെവലിലേക്ക് വരും നോക്കാം. 128, പിന്നെ 140 ലെവൽ, അതിനുശേഷം 160 ലെവൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഇപ്പം നമുക്കൊരു 3.5 ലാക്സിൻ്റെ പ്രോഫിറ്റ്സ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി നോക്കാം. 5 മിനിറ്റ്സ് ആക്കുമ്പോൾ കുറച്ചുകൂടി വിസിബിൾ ആവും ചാർട്ട്. ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് ഡേ ലോയിലേക്ക് വരുമോ നമുക്ക് നോക്കാം. ഈ ഫോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡേ ലോ വരെ വരാൻ ചാൻസ് ഉണ്ട്. 124 ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. 128 ലെവൽ, അതുപോലെ തന്നെ 140 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 128 ലെവൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. 26,400. ഒരു 1 ലാഖിൻ്റെ അടുത്ത് ലോസിലുണ്ട്. മേ ബി 128 ലെവലിലേക്ക് വരിക, അല്ലെങ്കിൽ ഡേ ഹൈ പ്രീവിയസ് ഹൈ റീടെസ്റ്റ് ചെയ്താലും നമുക്ക് നല്ല പ്രോഫിറ്റ്സിലേക്ക് വരാൻ പറ്റും. 1 കോടി രൂപയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻവെസ്റ്റഡ് മാർജിൻ 99,67,000 ആണ്. ഓൾമോസ്റ്റ് 1 crore ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഡേ ഹൈയിലേക്ക് ഒരു സ്പൈക്ക്, അല്ലെങ്കിൽ 128 ലെവൽ അറ്റ്ലീസ്റ്റ്. ഇപ്പോൾ 118 ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ആഡ് ചെയ്തു, ഒരു ഫ്യൂ മോർ എൻട്രീസ് ആഡ് ചെയ്തു. നേരത്തെ 70 lakhs ആയിരുന്നു, ഇപ്പോൾ അത് 1 crore എത്തിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റഡ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അറൗണ്ട് 10 lakhs പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ 1 lakh പ്രോഫിറ്റിലാണ്
നിൽക്കുന്നത്. നമ്മളൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സിനകത്ത് തന്നെ ആ ഒരു 128 ലെവലിലേക്ക് വരും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, 2 lakhs പ്രോഫിറ്റ്സ് വന്നിട്ടുണ്ട്. 2 lakhs പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 3 lakhs വന്നിട്ടുണ്ട്. 128 ആണ് ലെവൽ. നമ്മളിപ്പോൾ എത്ര പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാലും ആ ഒരു ലെവലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൽ അത്ര പ്രോഫിറ്റ്സ് വന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ബുക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 128 ലെവൽ നമ്മൾ രാവിലെ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ ബുക്ക് ചെയ്ത ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 128 നോക്കാം. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ. യെസ്, 5 lakhs ആയി പ്രോഫിറ്റ്. 124 നിൽക്കുന്നുണ്ട്. യെസ്, ഒരു റിജക്ഷൻ ഉണ്ട്. ബാക്ക് ടു 1 lakh. അഗെയിൻ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺ ആവുക മീൻസ് ഇതൊരു ഫുൾ ബാക്ക് ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാൻ നമുക്ക്. മാർക്കറ്റ് ആക്ച്വലി ഡൗൺ ആയി, അതിനുശേഷം ഒരു ഫുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഒരു റീടെസ്റ്റ് ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇപ്പോൾ കുറച്ച് ഫുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 115 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 128 ലെവലാണ് നമുക്ക് വരേണ്ടത്. 128 ലെവൽ വന്നതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നോക്കാം ഡേ ഹൈയിലേക്കും അതുപോലെ വരുമെന്നുള്ളത്. ഇപ്പോൾ കോസ്റ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഫ്യൂ മോർ എൻട്രീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 എൻട്രീസ് കൂടി ആഡ് ചെയ്തു. ഈ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത 128 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 125 ലെവൽ നമ്മൾ ഓൾമോസ്റ്റ് 10 lakhs പ്രോഫിറ്റ്സിലാണ്. 10 lakhs പ്രോഫിറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. യെസ്, നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഫിറ്റ് 128 ഓൾമോസ്റ്റ് വരാറായി. യെസ്, 128 വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ 11 lakhs പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിരിക്കുകയാണ്. യെസ്, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് കൃത്യമായിട്ട് വന്നു. 128 ലെവൽ. സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പുൾ ബാക്കിലാണ് ഞാൻ എൻ്റർ ചെയ്തത്. പുൾ ബാക്കിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 3 എൻട്രീസാണ് ഞാൻ എടുത്തത്. അത് ഡേ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ലോ വന്നപ്പോൾ അതിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 5 മിനിറ്റ്സ് ചാർട്ടാക്കിയാൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ.
ഇതെന്നാലും ട്രേഡ് ആയിരുന്നു. ആ ഒരു ഡൗൺഫോൾ വന്നതിന് ശേഷം പുൾ ബാക്ക് വന്നു, വീണ്ടും ഒരു ലോവർ ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡേ ലോ ലെവലാണ് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. 128 ലെവൽ 26,400 പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ 128 ലെവലാണ്. അതിനുശേഷം വരാൻ പോകുന്നത് ഡേ ഹൈ 145 ലെവൽ. എഗെയിൻ ഒരു അപ്പ് മൂവ് വരികയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പുട്ട് ഓപ്ഷനിൽ. അങ്ങനെയാണെങ്കിൽ 160 ലെവൽ വരും. 160 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഒരു സെക്കൻഡ് ട്രേഡും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 30 lakhs ഓവറോൾ ഇന്ന് 29 lakhs ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ട്രേഡിൽ നമ്മൾ 13 lakhs ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ ഒരു ട്രേഡായിരുന്നു. ഇപ്പോൾ ഡേ ലോയിലേക്കാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് നാളെ നമുക്ക് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്, 6th January ട്യൂസ്ഡേ. അപ്പോൾ നാളത്തെ എക്സ്പയറിയിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.